ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. അപ്പസ്തോലനായ പൗലോസും സിൽവാനോസും തിമത്തിയോസും ചേർന്ന് നടത്തിയ ഒരു സുവിശേഷ ഘോഷണത്തിൽ ഒരു പ്രാദേശിക സഭ രൂപം കൊണ്ടു. അത് വളരെ അത്ഭുതകരമായ വിസ്മയകരമായ ഒരു അനുഭവം തന്നെയാണ്. തെസ്സലോനിക്ക തുറമുഖ പട്ടണത്തിലാണ് ആ സഭ രൂപം കൊള്ളുന്നത്. അതാണ് തെസ്സലോനിക്ക സഭ. തിരുവെഴുത്തിൽ ലേഖനങ്ങളിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാമത്തെ വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നാണ്. അത് വളരെ സവിശേഷമായ ഒരു മാറ്റത്തിൻ്റെ അനുഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയുള്ള ആ സമൂഹം ഒരു കാലഘട്ടത്തിൽ അനുകരിച്ചത് മറ്റേതോ ഒരു വിശ്വാസത്തെയോ വ്യവസ്ഥതയെയോ സംസ്കാരത്തെയോ ആയിരുന്നു. ഒരു കീഴ്വഴക്കത്തെയായിരുന്നു, സമ്പ്രദായത്തെയായിരുന്നു. അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു ജീവിത ശൈലിയിലേക്ക്, സംസ്കൃതിയിലേക്ക് അവർ വന്നെത്തിയിരിക്കുകയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ക്രൈസ്തവമായൊരു മാറ്റമാണ്. അവർ വിശ്വാസികളായി മാറിയിരിക്കുകയാണ്. തെസ്സലോനിക്കയിലെ സഭയായി അവർ മാറിയിരിക്കുകയാണ്. ആ സഭ അപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, പ്രതിസന്ധി എന്ന് പറയുന്നത് കഷ്ടമാണ്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വ്യാപകമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു, നിയന്ത്രണമുണ്ടായിരുന്നു, നിരോധനമുണ്ടായിരുന്നു, പീഡനങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയമായ പീഡനങ്ങളുണ്ടായിരുന്നു, എതിർപ്പുകളുണ്ടായിരുന്നു, അനേക ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കഷ്ടങ്ങൾ ധാരാളമാണ്. ഇവിടെ പറയുന്നത് എണ്ണമില്ലാത്ത കഷ്ടങ്ങളാണ്. ബഹു കഷ്ടം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അനുഭവം ഉണ്ടാകേണ്ടതിന് പകരം കഷ്ടങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അത് നാം ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. സുരക്ഷിതത്വം പ്രതീക്ഷിക്കും, സന്തോഷം പ്രതീക്ഷിക്കും, സമാധാനം പ്രതീക്ഷിക്കും, സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കും, എല്ലാ വിധത്തിലുമുള്ളതായ നന്മകൾ പ്രതീക്ഷിക്കും. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത നിലത്തിലല്ല, അതിന് വിരുദ്ധമായി പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്, ഭീഷണികളാണ്, വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. ബഹു കഷ്ടമാണ്. ഒരു കാര്യം നാം തിരിച്ചറിയണം: കഷ്ടം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമല്ല എങ്കിൽ പോലും വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടം ഒരു ജീവിത അനുഭവമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ വേദനയുണ്ടാകും, അവിടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും, നിരന്തരം വൈഷമ്യങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, കഷ്ടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, വേർപാടുകളുണ്ടാകാം. ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടവരാണ് നാം. ഒരു നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസികൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ഇതേ ദുരന്തങ്ങളും ദുരിതങ്ങളുമുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ നമുക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഈ കഷ്ടത്തിൻ്റെ നടുവിലും പതറിപ്പോകാത്ത, ഉറച്ചു നിൽക്കാൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, നിലനിർത്തുന്ന വർദ്ധിതമായ മഹാശക്തി നമുക്കുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കുള്ളതുകൊണ്ട് നാം ധീരമായി, ധൈര്യമായി ദൈവകൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് നോക്കുക: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, അവിടെ പറയുന്നത് എങ്ങനെയാണ്? അതെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്നാണ്. ഒരു മഹത്തായ സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. കഷ്ടങ്ങൾ ധാരാളമുണ്ട്. വളരെയേറെ കഷ്ടങ്ങളുണ്ടെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിൽ ഒരു സന്തോഷമുണ്ട്, ഒരു ധൈര്യമുണ്ട്, ഒരാശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ആ ധൈര്യം ആണ് അവരെ നിലനിർത്തുന്നത്. വിശ്വാസികളുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. ആ പരിശുദ്ധാത്മ ശക്തി എന്ന് പറയുന്നത് കഷ്ടങ്ങളെ പ്രതിരോധിക്കുവാനുള്ളതായ ശക്തിയാണ്. വിശ്വാസത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ, പിന്മാറ്റം കൂടാതെ, നടുക്കം കൂടാതെ, പതർച്ച കൂടാതെ മുൻപോട്ട് നയിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ വീര്യമാണ് ഈ പരിശുദ്ധാത്മ ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ജനം,
അവർ വചനം കൈക്കൊള്ളുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കുക, വചനം അവർക്ക് കൈവിളക്കാണ്, അവരുടെ പാതയ്ക്ക് ദീപമാണ്, അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നതാണ് വചനം. ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം. നമ്മുടെ ജീവിതം ഏത് പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വന്നാലും, ഏത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവിടെ നമുക്ക് തുണയായി നിൽക്കേണ്ടത് വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്, വിശുദ്ധ തിരുവചനമാണ്. ആ വചനം നമുക്ക് നമ്മുടെ ചുവട്ടിൽ വെളിച്ചം പകരുന്നതാണ്, നമ്മുടെ ചുവടുവയ്പിൽ പ്രകാശം നൽകുന്നതാണ്. മനസ്സിലെ വേദനയും നൊമ്പരവും സംശയങ്ങളും ഇല്ലാതാക്കി നമുക്ക് ധൈര്യം നൽകുന്നതാണ്. ആ വലിയ ഉത്തേജക ശക്തിയാണ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് സാഹസികമായ ഏതോ ഒരു ഇതിഹാസത്തിൽ കാണുന്ന പോലുള്ള എന്തോ ഒരു സങ്കല്പമാണ്, ഒരു പഠന വസ്തുവാണ്, പഠന സമ്പ്രദായമാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന്. അതൊന്നുമല്ല, അതങ്ങനെയല്ല. അതൊരു ചൈതന്യ വിശേഷമാണ്, അത് ലൈവാണ്, ഇന്നും നിലകൊള്ളുന്നതാണ്, ഇന്നും പ്രവർത്തിക്കുന്നതാണ്, ഇന്നും ഇടപെടുന്നതാണ്, ഇന്നും സംസാരിക്കുന്നതാണ്, ഇന്നും വഴി പറഞ്ഞു തരുന്നതാണ്, നേർ വഴി കാണിച്ചു തരുന്നതാണ്, അപകട മേഖലകളെ തടം ചെയ്യുവാനുള്ളതായ സതുപദേശം നൽകുന്നതാണ്, പ്രതിസന്ധിയിലും പോരാട്ടത്തിലും വീണുപോകാതെ നിലനിൽക്കുവാനുള്ളതായ ആ പോരാട്ട വീര്യം പകരുന്ന ആത്മീയ കരുത്താണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ കഷ്ടതയുടെയും സങ്കടത്തിൻ്റെയും നടുവിൽ പോലും സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുവാനുള്ള പ്രേരണ, ആ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. വചനത്തിൽ അഭയം പ്രാപിക്കണം, വചനത്തിൽ വഴികൾ കണ്ടെത്തണം, വചനത്തോടൊപ്പം നടക്കണം, വചനം നമ്മുടെ ജീവിതത്തിൽ ആവോളം ആസ്വദിക്കണം, ഉൾക്കൊള്ളുവാൻ സാധിക്കണം. വചനപ്രകാരം മാത്രം ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതെ, കർത്താവിനും അനുകാരികളായി നിങ്ങൾ തീർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നിരിക്കുന്നു. ഈ ഞങ്ങൾ ആരൊക്കെയാണ്? അപ്പസ്തോലനായ പൗലോസുണ്ട്, സിൽവാനോസുണ്ട്, തിമത്തിയോസുണ്ട്. വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മെ ആത്മീയ പാതയിൽ നടത്തുന്ന ദൈവദാസന്മാരുണ്ട്, നമ്മുടെ ആത്മീയ നേതാക്കന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, നമ്മെ നടത്തുന്ന ആത്മീയ നേതൃത്വമുണ്ട്, നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മീയ പുരുഷന്മാരുണ്ട്, ശക്തികളുണ്ട്. അവർക്കെല്ലാം നാം ഒരാശ്വാസമാണ്. അവർക്ക് പോലും നമ്മെ അനുകരിക്കത്തക്ക നിലയിൽ നാം മാതൃകയോടെ ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. 2, കർത്താവിനും അനുകാരികളായി തീർന്നു. അത് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ്. കർത്താവ് നമ്മെ അനുകരിക്കേണ്ട ആവശ്യമില്ല, നാം കർത്താവിനെയാണ് അനുകരിക്കേണ്ടത്. എന്നാൽ അവിടുത്തെ കാഴ്ച കർത്താവിന് സ്വീകാര്യമായ ഒരു മാതൃകാ ജീവിതം നയിക്കുന്നതാണ്, കർത്താവിന് തൃപ്തികരമായ മാതൃകാ ജീവിതം നയിക്കുന്നതാണ്, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാതൃകാ ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ പകരക്കാരായിട്ട്, കർത്താവിന് ഏറ്റവും അടുപ്പമുള്ളവരായിട്ട്, കർത്താവിന് എല്ലാ നിലയിലും വെളിപ്പെടുത്തുവാൻ ത്രാണിയും കഴിവുള്ളവരായിട്ട് മാറുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുക. നോക്കുക, ഇതെല്ലാം കഷ്ടതയുടെ നടുവിലാണ്, പ്രതിസന്ധികളുടെയും പോരാട്ടത്തിൻ്റെ നടുവിലാണ്. സാമ്പത്തികമായി ഭദ്രതയുണ്ടാകുമ്പോൾ, ജീവിത സൗകര്യം ഉണ്ടാകുമ്പോൾ, ഉപജീവനത്തിലുള്ളതായ കരുത്തുണ്ടാകുമ്പോൾ, ഭൗതികമായ കരുത്തുണ്ടാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും ആ കർത്താവായ യേശുക്രിസ്തുവിൻ വചനം കൈക്കൊള്ളുന്ന, വചനമനുസരിക്കുന്ന ധീരമായ ഒരു പ്രതികരണം, ഒരു ഇടപെടൽ ദൈവഭാഗത്തുണ്ടാകുന്ന കാഴ്ച കാണാൻ സാധിക്കും. ആ സഭയെപ്പറ്റിയുള്ള മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് 7-ാമത്തെ വാക്യമാണ്. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു എന്നാണ്. എന്താണ് ഈ മക്കദോന്യ, അഖായ എന്ന് പറയുന്നത്? അതെല്ലാം ഓരോരോ പ്രാദേശിക സഭകളാണ്, അടുത്തടുത്ത പ്രാദേശിക സഭകളാണ്. വിശ്വാസ സമൂഹം വ്യാപിക്കുകയാണല്ലോ, അതിൽ ഓരോരോ ഭാഗത്തുള്ള കൂട്ടായ്മകളാണ്. അവിടെ കൂടി വരുന്ന ജനങ്ങൾക്ക് പോലും ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഒരു മാതൃകയായി മാറുകയാണ്. എല്ലാ നിലയിലും അവർ മാതൃകയാണ്. ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പറ്റിയുള്ള അവരുടെ അഭിമാനബോധം നാം ഓർക്കണം. അപ്പസ്തോലന്മാർക്ക് അവരെക്കുറിച്ചുള്ള അഭിമാനബോധം നാം ഓർക്കണം. അവർക്കെല്ലാം സ്വീകാര്യമായ, അവർക്കെല്ലാം അഭിമാനകരമായി ജീവിക്കുന്ന, ഇടപെടുന്ന ഒരു സമൂഹമായിട്ട് ഈ സമൂഹം മാറിയിരിക്കുകയാണ്.
മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുവാൻ ആവശ്യമില്ല. അത് നോക്കുക, ഈ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന, ഈ പ്രാദേശിക സഭയിൽ നിന്ന് കേൾക്കുന്ന സദ്വാർത്ത എന്താണ്? കർത്താവിൻ്റെ വചനം അവിടെ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്, മുടങ്ങി കേൾക്കുകയാണ്. സഭ സുഗന്ധം പരത്തുന്ന, ദൈവത്തിൻ്റെ സ്പർശം വെളിപ്പെടുത്തുന്ന, ആ മഹത്തായ കർത്തവ്യം ഏർപ്പെടുത്തുന്ന ആളുകളായി ആ സഭാംഗങ്ങൾ മാറണം, ആ പ്രാദേശിക സഭ മാറണം. അതിന് പകരം സഭയിൽ കലഹമുണ്ടെങ്കിലോ, വഴക്കുണ്ടെങ്കിലോ, പ്രശ്നങ്ങളുണ്ടെങ്കിലോ, പ്രതിസന്ധികളുണ്ടെങ്കിലോ, ദുർനടപ്പുകളുണ്ടെങ്കിലോ, ആകാത്ത വഴികേടുകളുണ്ടെങ്കിലോ, അതെല്ലാം ആ ഖ്യാതി ഉണ്ടാക്കുമെങ്കിലും അതെല്ലാം ദുഷ്കീർത്തിയായിട്ട് മാറുകയാണ്, ദുഷ്പ്രചരണമായി മാറുകയാണ്. അത് കർത്താവിനും അവിടുത്തെ സഭയ്ക്കും വിരുദ്ധമായ ചെയ്തികളാണ്, മാതൃകയാക്കാൻ പാടില്ലാത്ത ക്രമീകരണങ്ങളാണ്. ആ വക കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ആത്മവിമർശനത്തിന് നാം തയ്യാറാകണം. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സഭയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്, മറ്റുള്ളവർ കേൾക്കുന്നത്, പരിസരങ്ങളിലേക്ക് പോകുന്നത്, മുഴങ്ങി കേൾക്കുന്നത്, മറ്റിടങ്ങളിലുള്ള കേൾവി എന്താണ്? വേദനാജനകമായ, ലജ്ജാവഹമായ, സങ്കടകരമായ, ദുഃഖകരമായ വാർത്തകളാണോ, വിശേഷങ്ങളാണോ, ബഹളങ്ങളുടെ വിശേഷങ്ങളാണോ, വൈഷമ്യങ്ങളുടെ വിശേഷങ്ങളാണോ, പ്രശ്നങ്ങളുടെ വിശേഷങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന, കർത്താവായ യേശുക്രിസ്തു അപമാനിക്കപ്പെടുന്ന അനുഭവമാകും. സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്ത, ലോകത്തിൽ സാക്ഷ്യമില്ലാത്ത ഒരവസ്ഥയായി നാമധേയ ക്രൈസ്തവരായി നാം അധപ്പതിക്കുവാൻ സാധ്യതയുണ്ട്. അത് നാം മാറ്റിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എല്ലായിടത്തും ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമാകണം. നമ്മിൽ നിന്ന് മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, ആധ്യാത്മികമായ ചിന്താഗതികൾ പകർത്തണം, വിശ്വാസ വിഷയങ്ങൾ മനസ്സിലാക്കണം. അവരും കർത്താവിനെ അനുകരിക്കുവാൻ തയ്യാറാകണം. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം മുഴങ്ങിച്ചെല്ലുവാൻ സാധിക്കണം. ആ മിഷണറി ദൗത്യം ഇന്ന് പ്രാദേശിക സഭകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, മിഷണറി ദൗത്യം നഷ്ടപ്പെട്ടു പോയ, നിരസിക്കുന്ന, അവഗണിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണം, സ്ഥാപനങ്ങളുണ്ടാകണം, സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകണം, സാമ്പത്തികമായി വലിയ ഉന്നതി ഉണ്ടാകണം, നല്ല നല്ല സംവിധാനങ്ങളുണ്ടാകണം, മേനിക്കൊഴുപ്പുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് ഇന്ന് സഭ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു തിരിച്ചു വരവ് ആവശ്യമായിരിക്കുകയാണ്. ആത്മീയമായ മൂല്യങ്ങൾ നമ്മുടെ സഭയിലുണ്ടാകണം. ആധ്യാത്മികമായി കാഴ്ചപ്പാടുള്ള ആളുകൾ സഭയുണ്ടാകണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ആളുണ്ടാകണം. ആത്മാക്കളെ നേടുന്ന മിഷണറിമാർ നമ്മുടെ സഭയ്ക്കുണ്ടാകണം. സുവിശേഷീകരണത്തിനുള്ള ഉത്സാഹം സഭയിലുണ്ടാകണം. ലോക സുവിശേഷീകരണത്തിൽ ഏത് സഭയും പങ്കാളിത്തമുള്ളവരാക്കി, ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സുവിശേഷം അറിയിക്കുക. മറ്റെല്ലാ ആർഭാടങ്ങളും, മറ്റെല്ലാ ആഘോഷങ്ങളും, മറ്റെല്ലാ ശക്തി പ്രകടനങ്ങളും അനാവശ്യമാണ്. എന്നാൽ അത്യാവശ്യമുള്ളത് സുവിശേഷ ഘോഷണത്തിൽ ഞാനും നിങ്ങളും മുന്നേറുക എന്നുള്ളതാണ്. ആത്മാക്കളെ തേടുവാനും നേടുവാനും നമ്മെക്കൊണ്ട് സാധിക്കണം. ഈ തെസ്സലോനിക്ക സഭയുടെ ഒരു പ്രത്യേകത ഓർപ്പിക്കുവാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. തെസ്സലോനിക്ക സഭയിൽ നിന്ന് 2 മിഷണറിമാർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മിഷൻ ദൗത്യവുമായിട്ട് ഇറങ്ങിത്തിരിച്ച ചരിത്രമുണ്ട്. കിരീലോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മെഥേഡിയോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. രണ്ടും തെസ്സലോനിക്ക സഭയിലെ വർത്തമാന ചരിത്രത്തിലെ യുവ സഹോദരന്മാരാണ്, വിശ്വാസികളാണ്, മിഷണറിമാരാണ്. അവർ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി ഈ തെസ്സലോനിക്ക സഭയിൽ നിന്ന്, ഇന്നത്തെ തെസ്സലോനിക്ക സഭയിൽ നിന്ന് അവർ ചെന്നെത്തിയത് ഇന്ന് നാം അറിയുന്ന റഷ്യ ഉൾപ്പെടുന്ന സോവിയറ്റ് ലാൻഡിലേക്കായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയനെ പറ്റി അറിയുന്നത് സ്ലാവ് ജനത എന്നാണ്. കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളത് പിന്നീടുണ്ടായതാണ്, സ്ലാവ് ജനതയാണ്. ആ സ്ലാവ് ജനതയുടെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും വഹിച്ച് ഈ 2 ദൈവദാസന്മാർ, യുവാക്കന്മാർ ചെന്നു. അതൊരു ചലഞ്ചായിരുന്നു.
ചെല്ലുവാൻ നിവൃത്തിയില്ലാത്തിടം, യാതൊരു അറിവുമില്ലാത്ത സ്ഥാനം, പരിചയമില്ലാത്ത സ്ഥാനം, യാത്രാ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥാനമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ ചെറുപ്പക്കാർ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി ഈ സ്ലാവ് ജനതയുടെ അടുക്കിലേക്കെത്തി. അവരവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തൊരു സമൂഹമാണത്. അവർക്കാകപ്പാട് അറിയാവുന്ന ഒരു ദേവൻ പെറൂൺ എന്ന പേരുള്ള ദേവനാണ്, ഇടിമിന്നലിൻ്റെ ദേവനാണ്. ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് ആ ദേവനാണെന്ന വിശ്വാസം മാത്രമേ അവർക്കുള്ളൂ. അവരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അത് വായിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് ലിപിയില്ല. അവർക്ക് ലിപി ഉണ്ടാക്കി, അവർക്ക് ഭാഷയുണ്ടാക്കി. ആ ലിപി ഇന്നും അറിയപ്പെടുന്നത് കിരീലിയൻ ലിപി എന്നാണ്. കിരിലോസ് എന്ന ആ മിഷണറി ഉണ്ടാക്കിയ ലിപിയാണ് കിരീലിയൻ ലിപി. ആ ലിപിയിൽ ആണ് സുവിശേഷം കേൾപ്പിച്ചത്, അറിയിച്ചത്, അവർക്ക് ബോധ്യപ്പെടുത്തുവാനിടയായത്. അങ്ങനെ ആ സ്ലാവ് ജനത 1000 വർഷം കൊണ്ട് സുവിശേഷത്തിന് വിധേയപ്പെട്ട് ആത്മീയമായ കാഴ്ചപ്പാടുള്ളവരായിട്ട് തീർന്നപ്പോൾ അതാഘോഷിക്കുവാനായിട്ട് അവർ സന്നദ്ധരായി. അപ്പോഴേക്കും ആ സമൂഹം വേറെ ഒരു ഭൗതികവാദ പ്രസക്തിയുള്ള പ്രത്യയ ശാസ്ത്രത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇവർ ചെല്ലുമ്പോൾ പ്രവർത്തിച്ചത്, അവിടെ രാജാവിൻ്റെ പേര് വ്ളാഡിമർ ചക്രവർത്തി എന്നാണ്. ആ ചക്രവർത്തി സുവിശേഷം കേട്ടു, ആകൃഷ്ടനായി. ആ സുവിശേഷം അദ്ദേഹത്തെ സ്വാധീനിച്ചു. അദ്ദേഹം സുവിശേഷത്തിന് വിധേയപ്പെട്ടു. അത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അദ്ദേഹം തൻ്റെ ആ രാഷ്ട്രത്തിലെ ആളുകളോട്, പൗരന്മാരോട്, പ്രജകളോട് പറഞ്ഞു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ശിഷ്യന്മാരാകണം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. അനേക ആളുകൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവരെല്ലാം ദിനീപ്പർ എന്ന നദിയിൽ മുങ്ങി സ്നാനമേറ്റു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ 1000 വർഷം തികഞ്ഞ സമയത്ത് സോവിയറ്റ് യൂണിയൻ രാഷ്ട്രമായി തന്നെ ഈ കാര്യം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. അന്നവിടെ അതിഥി പ്രസംഗം നടത്തിയത് അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ ബില്ലി ഗ്രഹാം ആയിരുന്നു. പീമൻ മെത്രാപ്പോലീത്തയാണ് ആ സമയത്ത് അവിടുത്തെ സഭാധികാരി എന്ന് പറയുന്നത്. ഡോക്ടർ ബില്ലി ഗ്രഹാം അവിടെ പ്രസംഗിച്ചു. സന്തോഷകരമായ അനുഭവമാണ്. ക്രിസ്ത്യാനിത്വം ഉപേക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വേര് ഉറച്ചതും അത് ശക്തിപ്പെട്ടതും വർദ്ധിച്ചതും ആ കാലഘട്ടത്തിലാണ്. പിന്നീട് നാം വായിക്കുന്ന ചരിത്രം, റഷ്യയുടെ ചരിത്രം, സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം മറ്റൊന്നാണ്. അവിടുത്തെ സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചോവാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആരാധനക്കാരിയായിരുന്നുവെങ്കിലും സ്റ്റാലിൻ്റെയും മാർക്സിൻ്റെയും ലെനിൻ്റെയും ചിത്രത്തോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ ചിത്രം അവളുടെ മുറിയിൽ സ്ഥാപിച്ചിരുന്നു. അത് കണ്ടുകൊണ്ടാണ് മിഖായേൽ ഗോർബച്ചേവ് വളർന്നു വരുന്നത്. അവൻ വളരുമ്പോൾ അമ്മയോട് ചോദിക്കും, ഈ മാർക്സിനൊപ്പം, ഏംഗൽസിനൊപ്പം, ലെനിനൊപ്പം നിൽക്കാൻ ആരാണ് ഈ ക്രിസ്തു എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ മോനോട് ക്രിസ്തുവിൻ്റെ ചരിത്രം പറയും, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കും. അത് അവർ ചെയ്തൊരു മിഷണറി ദൗത്യമായിരുന്നു. ഈ മകൻ പിന്നീട് മിഖായേൽ ഗോർബച്ചേവ് പിന്നീട് ക്രിസ്തുവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടു. പാർട്ടിയുടെ നിയന്ത്രണമുള്ളതുകൊണ്ട് അത് തുറന്നു പറയുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഒടുവിൽ യേശു ക്രിസ്തുവിനോട് തനിക്കുള്ള ബന്ധം തുറന്നു പറയുവാനായിട്ടിടയായി. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പെരിസ്ട്രോയിക്ക എന്ന പുസ്തകം. ആ പുസ്തകം 2-3 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രമേയം ചുരുക്കി പറയുകയാണെങ്കിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ അജ്ഞാതമായ, അദൃശ്യമായ ഒരു മേഖലയുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനോ ഉപദേഷ്ടാവോ വാസ്തവത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തെ പറ്റിയാണ്, അവൻ്റെ സാമൂഹികമായ ഇടപെടലുകളെ പറ്റിയാണ്, അവൻ്റെ ആഹാരത്തിന് വേണ്ടി, ഉടിവസ്ത്രത്തിന് വേണ്ടി അവന് വീട് വേണം, ഇതൊക്കെ ഭൗതികമാത്ര പ്രസക്തമായ കാര്യങ്ങളെപ്പറ്റിയാണ്, മേഖലകളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കാറൽ മാർക്സും ആംഗൽസും
സ്റ്റേലിന് എല്ലാം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ആളുകളും ഉപദേഷ്ടാക്കന്മാർ അതെല്ലാം പറയുകയാണ്. എന്നാൽ മിഖായേൽ ഗോർബച്ചേവിന് ഒരു തിരിച്ചറിവുണ്ടായി. അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു തിരുത്തൽ കൊടുക്കുവാൻ തയ്യാറായി. ആ തിരുത്തലാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ യൂണിവേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ആന്തരിക പ്രപഞ്ചം. അത് ഭൗതികവാദത്തിന്, ഭൗതിക ശാസ്ത്രത്തിന് അജ്ഞാതമാണ്, കണ്ടെത്താനാവാത്തതാണ്, വിശ്വസിക്കാനാവാത്തതാണ്. അവൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ കോൺഷ്യസ് ഉണ്ട്. അദ്ദേഹം കൃത്യമായി പറയുന്നു, കഴിഞ്ഞ 66 വർഷം ഈ യാഥാർത്ഥ്യം, ഈ സത്യം കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ ആരാധനാലയങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നു. കുർബാന ചൊല്ലുവാൻ പുരോഹിതന്മാർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. ദേവാലയങ്ങളെല്ലാം കാഴ്ച ബംഗ്ലാവുകളായി, മ്യൂസിയങ്ങളായി മാറി. പ്രാർത്ഥിക്കാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുവാൻ നിവൃത്തിയില്ല, പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുവാൻ നിവൃത്തിയില്ല. അവിടെ ദൈവമില്ലാത്തൊരവസ്ഥയായി മാറി. എന്നാൽ മിഖായേൽ ഗോർബച്ചേവ് ഈ കാര്യം വ്യക്തമായി തുറന്നെഴുതിയപ്പോൾ അത് ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഒരു വലിയ വിപ്ലവമായി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനിൽ ആത്മാവുണ്ട്. മനുഷ്യൻ ശരീരം മാത്രമല്ല, അതിലുപരിയായ ഉള്ളിൽ ഒരാത്മാവുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഇന്നർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. അത് വാസ്തവമാണ്. മിഖായേൽ ഗോർബച്ചേവ് അദ്ദേഹം എടുത്ത തീരുമാനം അതിശക്തമായിട്ട് വെളിപ്പെടുത്തി. എതിർപ്പുകൾ തനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് വകവെച്ചില്ല. അദ്ദേഹം ധൈര്യമായിട്ട് ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. അതുകൊണ്ട് വലിയ മാറ്റം സോവിയറ്റ് യൂണിയനിലുണ്ടായി. അവിടെ വാസ്തവത്തിൽ ഇന്ന് ദേവാലയങ്ങൾ സജീവമാണ്, ആരാധനകൾ നടക്കുന്നുണ്ട്, അവിടെ സഭാ നേതൃത്വമുണ്ട്, ശക്തമായ നിലയിൽ ഗോസ്പൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സുവിശേഷ പ്രചാരണം നടക്കുന്നുണ്ട്. റഷ്യൻ ഭാഷയിൽ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ധാരാളമായി അത് പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 64 വർഷം ദൈവത്തിന് പ്രവേശനമില്ലാതെ നിരോധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് റഷ്യയിൽ ദൈവം മടങ്ങിച്ചെന്നിരിക്കുന്നു. അവിടെ വിശ്വാസികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റഷ്യൻ സഭ ഇന്ന് വളരെ ശക്തമാണ്. അവിടെ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല. അവർ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവത്തിൽ ആനന്ദിച്ച്, ആഹ്ലാദിച്ച്, ആരാധിച്ച് മുൻപോട്ട് പോവുകയാണ്. അത് ലോകത്തിൽ എവിടെ നാം അന്വേഷിച്ചാലും, ഏത് ചരിത്രം പരിശോധിച്ചാലും, ഏത് രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിലും ഒരു സൂര്യോദയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാനിലായാലും കൊള്ളാം, ഈജിപ്തിലായാലും കൊള്ളാം, ഏത് രാഷ്ട്രത്തിലായാലും കൊള്ളാം, അവിടെ സൂര്യോദയം ഉണ്ടായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാ വെളിച്ചം ആ രാഷ്ട്രത്തിലേക്ക് വരികയാണ്. ആ രാഷ്ട്രത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രഘോഷിക്കപ്പെടുകയാണ്. അവിടെ എല്ലാം ധീരന്മാരായ യുവതിയുവാക്കന്മാർ, മിഷണറിമാർ ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് വളരെ ത്യാഗോജ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മിഷണറിമാർ അവിടെയുണ്ട്. കഷ്ടങ്ങളിലൂടെ തന്നെയാണ്, പ്രതിസന്ധികളുടെ തന്നെയാണ്, പോരാട്ടങ്ങളുടെ തന്നെയാണ്. ഒരു ചത്ത് നാറിയ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തെയല്ല അവർ പിൻപറ്റുന്നത്. ചത്തുപോയ മനുഷ്യർക്ക് ജീവൻ പകർന്ന് അത് ശക്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ ഒരു മഹത് സന്ദേശത്തിൻ്റെ ഉടമകളായി അവർ മാറുകയാണ്. അതേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് അവർ തീരുകയാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി, പ്രചാരകരായി മാറുകയാണ്. അനേക യുവതിയാക്കന്മാർ ഈ മിഷണറി ദൗത്യവുമായി മുൻപോട്ട് പോകാൻ ഇടയാകുന്നുണ്ട്. എല്ലായിടത്തും ആ ഘോഷസ്വരം ഇന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. എന്താണ് പ്രചോദന കേന്ദ്രം? അതിൻ്റെ പുറകിലുള്ളത് മഹത്തായ ആ ഒരു ആത്മീയമായ ഊർജമാണ്, പരിശുദ്ധാത്മ പ്രേരണയാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്. അതിൻ്റെ പ്രചാരകരായിട്ട് അവർ മാറുകയാണ്. പരിശുദ്ധാത്മാവിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. തെസ്സലോനിക്ക സഭ അവിടം കൊണ്ട് അവസാനിക്കാതെ അവർക്ക് ചെന്നെത്താവുന്ന ദൂരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശവുമായിട്ട് അവർ പോവുകയാണ്. കഷ്ടങ്ങൾ അനുഭവിച്ചും, ത്യാഗങ്ങൾ സഹിച്ചും, പ്രതികൂലങ്ങൾ അനുഭവിച്ചും അവിടെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുകയാണ്. അവിടെല്ലാം ധാരാളം ആളുകൾ ദൈവഭാഗത്തേക്ക് വരികയാണ്. ആ സ്നേഹ സാമ്രാജ്യം ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രേക്ഷിത ദൗത്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ
മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലോകമാസകലം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ.